ശിര്യനീഷ് ചിന്നക്കരാലിലാണ് വീണ്ടും കാട്ടാനയുടെ അക്രമം രൂക്ഷമാകുന്നത്. ചക്കക്കൊമ്പനാണ് അക്രമം നടത്തിയിട്ടുള്ളത്. 301 കോളനി സ്വദേശി സോമി സുഭാഷിന്റെ വീടാണ് കാട്ടാന തകർത്തത്. എന്നൊരു വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഹരീഷ്. ശൂലപ്പാറ കയ്യേറ്റത്തിൽ കേസെടുത്ത് റവന്യൂ വകുപ്പ്. ശൂലപ്പാറയിൽ സർക്കാർ ഭൂമി കയ്യേറിയതായി റവന്യൂ വകുപ്പിന്റെ സ്ഥിരീകരണം ഉണ്ടായതോടുകൂടിയാണ് കേസെടുത്തത്. അനധികൃത നിർമ്മാണം നടത്തിയ വാഹനം പിടിച്ചെടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ശൂലപ്പാറയിൽ രണ്ടിടത്തായി ഒരേക്കർ 34 സെന്റ് ഭൂമി കയ്യേറിയതായാണ് ഉടുമ്പൻചോല ഭൂരേഖ വിഭാഗം തഹസിൽദാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ഭൂസംരക്ഷണ നിയമപ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി റോഡ് നിർമ്മിച്ചതായി പ്രദേശവാസി നൽകിയ പരാതിയെ തുടർന്നാണ് കയ്യേറ്റം കണ്ടെത്തിയത്. റോഡ് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം കസ്റ്റഡിയിലെടുക്കുവാൻ മോട്ടോർ വാഹന വകുപ്പിനും റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശൂലപ്പാറയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലൂടെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചുവെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. പ്രദേശവാസിയുടെ പട്ടയഭൂമിയിലൂടെ അനുമതിയില്ലാതെ റോഡ് നിർമ്മിച്ചുവെന്ന് റവന്യൂ അധികൃതർക്ക് പരാതിയും ലഭിച്ചിരുന്നു. സർക്കാർ ഭൂമി കടന്ന നോമാൻ ലാൻഡ് അതിർത്തിയിലും റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ പുറമ്പോക്ക് ഭൂമിയിലൂടെയാണ് നിർമ്മാണം നടന്നിട്ടുള്ളതെന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.